ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 478ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടിക്കടുത്തൊരു പ്രോപ്പർട്ടിയാണ് കാണുവാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും ഞെക്കുക. അതുപോലെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. കൂട്ടുകാരെ, അപ്പോൾ നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. 13 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂമുകളും 2 ടോയ്ലറ്റും, ഒരെണ്ണം അറ്റാച്ച്ഡാണ്, ഒരെണ്ണം കോമണും, അതുപോലെ തന്നെ 2 റൂം AC-യുമാണ്. നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ്. ഇത് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല, അവർ താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ്. 6 വർഷം മാത്രമേ വീടിൻ്റെ പഴക്കമുള്ളൂ. എന്നാൽ ഒരു പുതിയ വീട് പോലെ തന്നെയാണ് ഇപ്പോഴും തോന്നിക്കുന്നത്. ഇതാണ് നമ്മുടെ കിണർ. കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആഴത്തിലുള്ള ഒരു കിണർ തന്നെയാണ്. എത്ര വേനൽ വന്നാലും ഒരു കുടുംബത്തിന് കഴിയാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ആ കിണറ്റിൽ നിന്ന് ലഭിക്കും. കൂടാതെ ബോർവെലും ഉണ്ട്. ബോർവെൽ ഞാനിപ്പോൾ കാണിക്കാം. അതിനൊപ്പം തന്നെ മുറ്റം കണ്ടല്ലോ, നല്ല മിറ്റിലൊക്കെ വിരിച്ച് നല്ല വിശാലമാക്കിയിട്ടിരിക്കുന്ന, നല്ല മനോഹരമാക്കിയിട്ടിരിക്കുന്ന മുറ്റവും, അതുപോലെ കേരള തനിമയിൽ പണിതിരിക്കുന്ന ഒരു വീടുമാണ്. മുകളിലോട്ട് നില പണിയാവുന്ന രീതിയിൽ, എത്ര റൂം വേണമെങ്കിലും മുകളിലോട്ട് പണിയാവുന്ന രീതിയിലാണ് അതിൻ്റെ ഫൗണ്ടേഷൻ നൽകിയിരിക്കുന്നത്. നല്ല തേക്കിൻ്റെ തടിയിൽ തീർത്തിരിക്കുന്ന ജനലുകളും കഥകളുമാണ്. വരാന്തയും അതുപോലെ തന്നെ ആ ഒരു സിറ്റ് ഔട്ടും ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഗ്രാനൈറ്റാണ്. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത്. വണ്ടി കയറി വരാനുള്ള വഴിയുണ്ട്. നല്ല കായ്ക്കുന്ന മാവൊക്കെ മുറ്റത്തുണ്ട്. കാഴ്ച കണ്ടല്ലോ. അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. നമ്മുടെ ആ വീടിൻ്റെ ആ ഒരു എടുപ്പും ഭംഗി എല്ലായിടത്തും കാണുമ്പോൾ ആ ഒരു ഏരിയയിൽ അതുപോലെ നന്നായി നിൽക്കുന്ന ഒരു വീട് മറ്റൊന്നില്ല. അത്രമാത്രം ഭംഗിയോടെയാണ് ആ വീട് തലയെടുപ്പോടുകൂടി അവിടെ നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ പടിക്ക് നിന്ന് നേരെ ഇറങ്ങുന്നത് KK റോഡിലേക്കാണ്. KK റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം കുമളി റോഡ്. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. KK റോഡ് അതുപോലെ തന്നെ ഹൈവേ ആണ്, തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 20 മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് KK റോഡാണ്. എന്നിട്ട് നടന്ന് അങ്ങോട്ട് ഇറങ്ങാവുന്ന ദൂരത്തിലാണ് മെയിൻ ഹൈവേ നിൽക്കുന്നത്. എന്നാൽ വഴി വീതി കൂട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ പോലും നമ്മളെ ബാധിക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. 12 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. അതുപോലെ തൊട്ടടുത്ത ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പാടിയാണ്. പാമ്പാടി ടൗണിലോട്ട് 1.6 കിലോമീറ്റർ കൂടുതൽ വരുന്നില്ല. അതുപോലെ മണർകാടാണ് മറ്റൊരു ടൗണും. മണർകാടിനും ഏകദേശം 5 കിലോമീറ്റർ കൂടുതൽ വരുന്നില്ല. അപ്പം ഈ തൊട്ടടുത്ത ടൗണുകളൊക്കെ നമുക്ക് ഈ ഏരിയയുമായിട്ട് അടുത്ത് നിൽക്കുന്നു. ധാരാളം മരങ്ങളും ചെടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. തെങ്ങും വാഴയും എല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ അലക്കുകല്ലുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ എല്ലാ ഭാഗത്തും ചെടികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. റംബൂട്ടാനായിട്ട് അങ്ങനെ ഒട്ടനവധി മരങ്ങളും ചെടികളും കാണുവാനായിട്ട് സാധിച്ചു. വീടിൻ്റെ പുറവശത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ അതിര്. ഞാൻ പറഞ്ഞല്ലോ, ആ സ്ഥലത്തിൻ്റെ ആ ഒരു വിസ്തൃതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പണിതിരിക്കുന്ന വീടാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ചെറിയ വർക്ക് ഏരിയയാണ്. അത് നമുക്ക് അകത്തുനിന്ന് വരുമ്പം കാണുവാൻ സാധിക്കും. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ്. വലിയ പൊക്കമൊന്നും അല്ലാത്ത രീതിയിലാണ് ബൗണ്ടറിയൊക്കെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു അവിടുത്തെ ചേട്ടനൊരു ചെറിയ പിക്കപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഇരുന്നാണ് ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. വീടിൻ്റെ വരാന്തയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഗ്രാനൈറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന സിറ്റ് ഔട്ടും കാര്യങ്ങളും. അതുപോലെ മെയിൻ ഡോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുത്തുപണികളൊക്കെ ചെയ്ത് നല്ല മനോഹരമായ ഒരു തേക്കിൻ തടി തീർത്ത ഒരു ഡോറ് തന്നെയാണ് ഫ്രണ്ട് ഡോറ്. അതുപോലെ തന്നെ വരാന്ത അല്ലെങ്കിൽ സിറ്റ് ഔട്ടൊക്കെ നല്ല നീളത്തിൽ നിൽക്കും, നല്ല ഭംഗിയോടുകൂടി ഉണ്ട്. നമുക്ക് വീടിൻ്റെ മെയിൻ ഡോറ് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കാം. കയറി വരുന്ന നല്ല വിശാലമായ ലിവിങ് ഏരിയയാണ് കാണുവാൻ കഴിയുന്നത്. ലിവിങ് ഏരിയ നല്ല മനോഹരമായ സെറ്റിയൊക്കെ വെച്ച് നല്ല കർട്ടനുമൊക്കെ കൊടുത്ത് ലൈറ്റൊക്കെ നൽകി നല്ല മനോഹരമായ ഒരു ലിവിങ് ഏരിയ. അതോടൊപ്പം തന്നെ സ്റ്റെയർ കേസ്, ഒരു ബെഡ്റൂം, പിന്നെ ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ മറ്റ് 2 റൂമുകൾ, 3 ബെഡ്റൂമാണ് താഴത്തെ ആ ഒരു നിലയിൽ അവർ ചെയ്തേക്കുന്നത്. മുകളിലത്തെ നില പണിയാനായിട്ട് അതിൻ്റെ സ്റ്റെയർ കേസ് റൂമും ഒക്കെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഷോ കേസും ഷെൽഫുകളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്.
നമുക്ക് ആദ്യം തന്നെ ഡൈനിങ് ഏരിയ എല്ലാം ഒന്ന് കണ്ടിട്ട് നേരെ കിച്ചൺ ഒന്ന് കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ആ ഒരു ഫിഷ് ടാങ്കൊക്കെ ഇരിക്കുന്നിടമൊക്കെ ഒന്ന് കണ്ട്, വളരെ മനോഹരമായ ഒരു ഫിഷ് ടാങ്കാണ്. നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ നമ്മൾ കണ്ടു, ലിവിങ് ഏരിയ നമ്മൾ കണ്ടു, സ്റ്റെയർ കേസിൻ്റെ പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളിത് അടുക്കളയിലോട്ട് കയറുകയാണ്. അടുക്കളയുടെ ഡോർ എന്ന് പറഞ്ഞാൽ അതും തേക്കിൻ്റെ തടിയിലൊക്കെ തീർത്ത് നല്ല ഗ്ലാസ്സൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടിരിക്കുന്ന ഒരു കിച്ചണാണ്. നല്ല ഫ്ലോറിങ് ടൈലൊക്കെ പ്രത്യേകമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ആ ഒരു അടുക്കളയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന കബോർഡുകളെല്ലാം തന്നെ വുഡൻ അതുപോലെ തേക്കിൻ തടി തീർത്താണ്. വളരെ മനോഹരമായി തന്നെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. നല്ല രീതിയിൽ തന്നെ ഷെൽഫുകളൊക്കെ കൊടുത്ത്, നല്ല മുകളിലൊക്കെ ആണെങ്കിലും ഷെൽഫൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു വുഡൻ വർക്ക്, ആ ഒരു കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഇതവിടെ തീ കത്തിക്കാനുള്ള ഒരു വിറകടുപ്പ് നമുക്ക് കാണാം. ചിമ്മിനിയൊക്കെ ഉണ്ട്. യാതൊരു രീതിയിലുള്ള പുകയുടെ ശല്യമൊന്നും നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയ, അതും ഒരു എടുത്തു പറയത്തക്കതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലവും അതുപോലെ പാത്രം കഴുകാനും എല്ലാ രീതിക്കും നമുക്ക് അത്യാവശ്യം നല്ല ഇടയുള്ള രീതിയിൽ തന്നെ വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട്. അവിടെ ഗ്രില്ലൊക്കെ ഇട്ട് യാതൊരു പൂച്ചയോ പട്ടിയൊന്നും കയറാത്ത രീതിയിൽ തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ കിച്ചണെല്ലാം കഴിഞ്ഞ് നമുക്കിനി ബെഡ്റൂമിലേക്കൊന്ന് കാണാൻ പോകാം. നമുക്ക് ബെഡ്റൂം കാണുന്നത് ഇവിടെ ഇരുവശത്തായിട്ടാണ് ബെഡ്റൂം ഒരു വശത്ത് ബെഡ്റൂം, ഒരു വശത്ത് ഒരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല തേക്കിൻ്റെ തടി തീർത്ത ഡോറുകളാണ് എല്ലാം നല്ല ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൊരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് അത്യാവശ്യം AC കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു കബോർഡും കാര്യങ്ങളും എല്ലാം തന്നെ അതിനകത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്കൊരു കോമൺ ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഈ ബെഡ്റൂമിലും AC കണക്ഷനും എല്ലാം നൽകി മനോഹരമായിട്ട് ബെർത്തും ഒക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ടൈലുകളൊക്കെ നൽകി കബോർഡുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെയും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പോയിൻറ്റുകളെല്ലാം നൽകി AC എല്ലാം നൽകിയിട്ടുണ്ട്. കബോർഡുകളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് സ്റ്റഡി ടേബിളും എല്ലാം കൊടുത്ത് ഒരു കബോർഡാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡോറ് പിടിപ്പിക്കാനായിട്ടുണ്ട്. അതിൻ്റെ ഡോറും കാര്യങ്ങളുമൊക്കെ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇത് നമുക്ക് ആ ലിവിങ് ഏരിയയിൽ നിന്ന് വരുന്ന ബെഡ്റൂമാണ്. ലിവിങ് ഏരിയയ്ക്ക് അകത്ത് നേരെ വരുന്ന ബെഡ്റൂം. ഇവിടെ നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ കർട്ടനൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ആ ബെഡ്റൂം നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് കാണുവാനുള്ളതെന്ന് പറയാനായിട്ട് നമുക്ക് സ്റ്റെയർ കേസ് കയറി ജസ്റ്റ് മുകളിലൊന്ന് പോകാം. പക്ഷേ ഞാൻ സ്റ്റെയർ കേസിൻ്റെ വീടിൻ്റെ മുകളിലോട്ടൊന്നും പോയില്ല. കാരണം അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറുവാനായിട്ട് കഴിഞ്ഞില്ല. നമുക്ക് ആ ഡൈനിങ് ഏരിയയും ആ ഒരു ഏരിയ അതുപോലെ തന്നെ ആ സ്റ്റെയർ കേസിലൊക്കെ ഒത്തിരി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആ വീട് ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് സന്തോഷം തോന്നി. കാരണം ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പണികളും കാര്യങ്ങളും ഒക്കെയാണ്. ലൈറ്റ് ഫിറ്റിങ്ങുകളൊക്കെ ആണെങ്കിൽ തന്നെ വളരെ നന്നായി തന്നെ വേണ്ട രീതിയിൽ ഓവറായിട്ടൊന്നും വരാതെ നല്ല രീതിയിൽ ചെയ്യുന്നു. ഹാൻഡ് റെയിൽ നല്ല സ്റ്റീലിൻ്റെ അവിടെ ആ ഡോറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹാൻഡ് റെയിലൊക്കെ തന്നെയാണ് സ്റ്റീലാണ്. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ വീടിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇനി വിലയുടെ ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുത്തിട്ടുണ്ടാവും. വീടിൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വളരെ അടുത്ത് നിൽക്കുന്ന, നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ വില കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഞെട്ടുമായിരിക്കും. കാരണം 1600 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് 13 സെൻറ്റ് സ്ഥലം. അപ്പം ഇതിൻ്റെ മെയിൻ ഒരു ഘടകമെന്ന് പറയുന്നത് ഹൈവേ ആണ് തൊട്ടടുത്ത് തന്നെ. ഇവിടെ സെൻറ്റിന് നല്ല വിലയാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള വില അനുസരിച്ചാണ് വീടിൻ്റെ വില വന്നിരിക്കുന്നത്. ഹൈവേ എന്ന് പറയുന്നത് നല്ല അറിയാമല്ലോ, മെയിൻ ഹൈവേ ആണ്. ഇനിയിപ്പം എരുമേലിലൊക്കെ എയർപോർട്ടൊക്കെ വരുവാണെങ്കിൽ വളരെ നല്ല, ഇതിപ്പം 4 ലൈൻ ആകാൻ പോവാണെന്ന് കേട്ടു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിട്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ മാറ്റിയെടുക്കാം. ആ രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യുന്നവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. റെൻറ്റിനൊക്കെ പർപ്പസിനൊക്കെയാണ് മുകളിലോട്ട് നിലയൊക്കെ പണിത് വിട്ടാൽ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.